കൊച്ചിയിലെ ബിനാനി സിംഗ് കമ്പനി 2014 അടച്ചുപൂട്ടുന്നത്. ഇന്നും അവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവിടുത്തെ മലിനീകരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ മണ്ണ് പല സ്ഥലങ്ങളിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആ പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനടുത്ത് ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു പരിശോധന ഉണ്ടായി. അതിലും രാസവസ്തുക്കൾ ഈ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാനായിട്ട് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകനായ പുരുഷൻ ഏലൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഇപ്പോൾ ഒരു കണ്ടെത്തൽ വന്നിട്ടുണ്ട്. രാസമലിനീകരണം തന്നെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത്. എന്താണ് അതിൻ്റെ വിശദീകരണം? ഇത് നമ്മുടെ ഒരു കമ്പനി പൂട്ടിയാൽ അതൊരു സമൂഹത്തിൻ്റെ ബാധ്യതയാകുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. 2014 ബിനാനി സിംഗ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി പോകുന്നു. മിസ്മാനേജ്മെൻറ്റ് പോലും പൂട്ടുന്നു. പക്ഷേ ആ സിംഗ് ഉൽപ്പാദന ശേഷം അവശിഷ്ടം വന്ന, അതായത് 60-കൾ മുതൽ അവശിഷ്ടം വന്ന അതിൻ്റെ ഉപോൽപ്പന്നമായിട്ടുള്ള ജെറോസൈറ്റ്, അത് 7ഓളം പോണ്ടുകളിലായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, മണ്ണിനടിയിൽ സർഫസ് ടാങ്കിലുമായിട്ട്. അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട ഈ ജെറോസൈറ്റ് എന്ന് പറയുന്ന ഈ മാലിന്യം വർഷങ്ങളായിട്ട് കൂടിക്കിടന്നുണ്ട്. ഇത് ഏകദേശം 11.5 ലക്ഷം ടണ്ണുണ്ട്. അപ്പോൾ 11.5 ലക്ഷം ടൺ സമൂഹത്തിൻ്റെ ബാധ്യതയാക്കിക്കൊണ്ടാണ് ഒരു കമ്പനി പൂട്ടിപ്പോകുന്നത് ഓർക്കണം. അവിടുത്തെ മണ്ണ്, വെള്ളം, വായു എല്ലാം മലിനീകരിക്കപ്പെടുന്നു. ഏതാണ്ട് ഈ ബിനാനി സിംഗിൻ്റെ പോണ്ടിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് ഏതാണ്ട് 5 കിലോമീറ്റർ റേഡിയസിലെ കുടിവെള്ളം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ പൂർണ്ണമായിട്ടും ഇല്ലാതായി. അപ്പോൾ ഇപ്പോൾ അവർ ആ കമ്പനി പൂട്ടിയതിന് ശേഷം അവിടെയുള്ള ഈ ജെറോസൈറ്റ് ജെറോഫിക്സ് എന്ന പേരിൽ പുറത്ത് കൊണ്ടുപോയി വെറ്റ്ലാൻഡിലും അതുപോലെ തന്നെ ഓപ്പൺ ലാൻഡിലും അടിക്കുകയാണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ലെഡുണ്ട്, കാഡ്മിയം ഉണ്ട്, ക്രോമിയം ഉണ്ട്, കോപ്പറുണ്ട്, സിങ്ക് ഉണ്ട്, അയൺ ഉണ്ട്, അതുപോലെ തന്നെ ആഴ്സനിക് ഉണ്ട്, മെർക്കുറി ഉണ്ട്, ഫ്ലൂറൈഡ് ഉണ്ട്. അത് അങ്ങേറ്റം അസിഡിക്കുമാണ്. അപ്പോൾ ഇത്രയും ഏറ്റവും അപകടകരമായ ഒരു മാലിന്യം യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ മലിനീകരണ നിയന്ത്രണ ബോർഡ് അത് പുറത്തേക്ക് കൊണ്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന അനുമതി എന്ന് പറയുന്നത് ഇവർ നടത്തിയ ഒരു തട്ടിപ്പ് പരിശോധന റിപ്പോർട്ടാണ്. അത് ഞങ്ങളിത് ഈ ലോറി തടഞ്ഞ് ഇതിൻ്റെ ലീഗൽ സാമ്പിൾ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കൊണ്ടിടിപ്പിച്ചിരുന്നു. ആ ലീഗൽ സാമ്പിളിൻ്റെ ഒരു ഭാഗം ഞങ്ങളും വാങ്ങിയിരുന്നു. അത് ഞങ്ങൾ അരൂരുള്ള ജിയോക്കം എന്ന് പറയുന്ന NABL അക്രഡിറ്റേഷനുള്ള ലാബിൽ പരിശോധിച്ചു. ആ പരിശോധന ഞങ്ങളെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലായി. കാരണം ആ ജെറോസൈറ്റ് എന്ന് പറയുന്ന മാലിന്യം ആസച്ച് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ലെഡിൻ്റെ അംശം വളരെ കൂടുതലാണ്. 36,500 മില്ലിഗ്രാമാണ് അതിലടങ്ങിയിരിക്കുന്ന ലെഡിൻ്റെ അംശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രോമിയം വലിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്, മാംഗനീസ് വലിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആഴ്സനിക് ഉണ്ട്, അതുപോലെ തന്നെ കാഡ്മിയമുണ്ട്, ഫ്ലൂറൈഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും മാരകമായിട്ടൊരു സാധനം TCLP എന്ന് പറയുന്ന ലീച്ചേറ്റ്, അതായത് ഒരു ഖരമാലിന്യം അല്ലെങ്കിൽ വ്യവസായ മാലിന്യം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ, ഒരു നിയന്ത്രിത സ്ഥലത്ത് ഒരു ലാൻഡ് ഫില്ല് നിക്ഷേപിച്ചാൽ അത് പുറത്തു പോയി ലീച്ച് ചെയ്യോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് TCLP എന്ന് പറയുന്നത്. ടോക്സിസിറ്റി ക്യാരക്ടർ ലീച്ചേറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന TCLP എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ അവർ പരിശോധിക്കുക. അതായത് ഒരു ലാബിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ ഒരു ബൗളിൽ ഒരു വെള്ളം നിയന്ത്രിത അളവിൽ ഇട്ടത് കലക്കി അതിൻ്റെ ഒരു മെംബ്രെയിൻ സിസ്റ്റത്തിലൂടെ കടത്തിവിട്ട് ലീച്ചേറ്റിൻ്റെ സ്വഭാവം പരിശോധിക്കുന്ന രീതിയാണ്. ഇത് ഓപ്പൺ ലാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊട്ടും വിജയിക്കില്ല. കാരണം ഓപ്പൺ ലാൻഡിൽ വളരുന്നത് സസ്യങ്ങൾ വളരും, പുല്ല് വളരും. ആ പുല്ലിലൂടെ ഇത് വളരെ വേഗത്തിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. ഈ കാഡ്മിയം ആണെങ്കിലും ക്രോമിയം ആണെങ്കിലും ലെഡ് ആണെങ്കിലും അക്യുമുലേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന ഈ സാധനം ചെടി ഭക്ഷിക്കുന്ന മൃഗങ്ങളിലൂടെ അതിൻ്റെ പാല് കഴിക്കുന്നതിലുള്ള മനുഷ്യരിലെത്തും. ഇനി അത് ചെടി വളർന്നൊരു കായായി കഴിഞ്ഞാൽ കായ ഭക്ഷിക്കുന്നൊരു മനുഷ്യരിലെത്തും. ഇങ്ങനെ ജീവജാലങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ വിഷം വിതരണം ചെയ്യപ്പെടുന്നൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായിട്ട് നിർത്തേണ്ടതുണ്ട്. ഇതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ശേഖരിച്ച സാമ്പിളിൻ്റെ പരിശോധനാ ഫലം വന്നിട്ടുണ്ടോ? അവർ ഇതിനകത്ത് നോക്കിയത് TCLP എന്ന് പറയുന്ന സംവിധാനമാണ്. അവർ അതുകൊണ്ട് അങ്ങനെയാണ് അനുവാദം കൊടുക്കുന്നത്. ഒരു ഖരമാലിന്യം അപകടകരമായ രീതിയിലാണോ ഇല്ലയെന്ന് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണത്. EPA സ്റ്റാൻഡേർഡാണ് പറയുന്നത്. പക്ഷേ ഇത് അമ്ലത്തിൻ്റെ അംശത്തിൻ്റെ വ്യത്യാസം,
പരിസ്ഥിതിയുടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഇതിനെ ബാധിക്കും. മാത്രമല്ല ഇത് അപകടകരമായ അളവിലുണ്ടെന്നുള്ളതാണ് ഈ വിഷവസ്തുക്കൾ. അപ്പോൾ ഇത്രയും അപകടകരമായ അളവിലുള്ള ഒരു വിഷവസ്തുവിനെ പുറത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ അനുവാദം കൊടുത്തതിനുള്ളിൽ വൻ അഴിമതിയുണ്ട്. കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന സംവിധാനം തന്നെ അഴിമതി നിറഞ്ഞതാണ്. അപ്പോൾ അഴിമതിയുടെ ഒരു കൂമ്പാരം ഒരു വലിയ അളവിൽ ഒരു മാഫിയ പോലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഇത്രയും കൊടിയ വിഷമുള്ള ഒരു വസ്തു പുറത്തു കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റി നിർത്തി ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ഈ കൊണ്ടുപോയിട്ട മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും തിരിച്ചെടുത്ത് കൊണ്ടുവന്ന് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നുമാണ്. ഈ മാലിന്യങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, അങ്ങനെ വലിയ വിവരങ്ങൾ ലഭ്യമാണോ? മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ഒരു വസ്തു കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടുപോകുന്ന സ്ഥലത്തേക്കുള്ള ഒരു ഡ്രം കാർഡ് വേണം. അത് എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു, എങ്ങനെ നിക്ഷേപിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള വിവരം മലിനീകരണ നിയന്ത്രണ ബോർഡ് സൂക്ഷിക്കേണ്ടതുണ്ട്. അതായത് 14/10/2003 സുപ്രീം കോടതി വിധി അനുസരിച്ച് ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഹാൻഡ്ലിംഗ് റൂൾ അനുസരിച്ചിട്ട് അത് നിർബന്ധമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ ദുരൂഹതയുടെ വർദ്ധിപ്പിക്കുന്നതാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അടക്കം അഴിമതി ഇതിൽ നടന്നിട്ടുണ്ടെന്നും ഈ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അന്വേഷിക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ അടക്കം മാറ്റിക്കൊണ്ട് അന്വേഷിച്ചാൽ മാത്രമേ ഈ ഒരു രാസമാലിന്യത്തിൻ്റെ ഈ ഒരു ഇത് നിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളെന്നും ഈ ഒരു അന്വേഷണം നമുക്ക് മനുഷ്യരിലേക്ക്, ഈ ഒരു മണ്ണിലേക്കും അതുപോലെ തന്നെ വായുമലിനീകരണത്തിലേക്കും ജലത്തിലേക്കും ഒക്കെ അടങ്ങി മനുഷ്യരിലേക്കും ജീവജാലങ്ങൾക്കും അടക്കം ഇത് വലിയ രീതിയിലുള്ള ആപത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സച്ചിൻ സജിക്കൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി.